ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ്സ് ആൻഡ് നട്ട്സ് ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കുടിച്ചത് നെയ്ബറിന്റെ വീട്ടിൽ പോയപ്പോഴാണ്. എനിക്ക് ക്യാരറ്റ്സ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവർ ആദ്യം തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ബദാമും കാഷ്നട്ട്സും ഒക്കെ ആയിരിക്കുന്നത്. ക്യാരറ്റ്സിന്റെ ടേസ്റ്റ് ഒട്ടും തന്നെ വരില്ല ഈ ജ്യൂസിൽ. ഇതിനകത്ത് നമ്മൾ ക്യാരറ്റ്സ് കുക്ക് ചെയ്തിട്ടാണ് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നട്ട്സും കുറച്ചൊന്ന് ടോസ്റ്റ് ചെയ്യും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും കേക്ക് ഇടാതെ നല്ല സിമ്പിൾ ആയിട്ടുള്ള വല്ല റെസിപ്പി ഇടാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റിൻ്റെ തൊലി ഒന്ന് ഇളക്കണം. തൊലി ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ പീസസായി കട്ട് ചെയ്യാം. ഇത് കുറച്ചൊന്ന് ചെറുതാക്കിയാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതാക്കുന്നത്. ചെറിയ ക്യൂബ്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ഇടുക. ഉപ്പിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാൻ പറ്റും. ഈ ക്യാരറ്റ്സ് ഒന്ന് കുക്കായി കിട്ടുന്നിടം വരെയും ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് വേവിച്ചാൽ മതി. ക്യാരറ്റ്സ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നട്ട്സ് ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ആണ് ഇടുന്നത്. ഗീന് പകരം ബട്ടർ ഉപയോഗിക്കാം, എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഈ ഗീ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് 10 ആൽമണ്ട്സും 15 പീസോളം കാഷ്നട്ട്സും ആണ് ഇടുന്നത്. ഇതൊന്ന് ചെറുതായി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം ഞാനിവിടെ 2-3 പീസ് ആൽമണ്ട്സും കാഷ്നട്ട്സും ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ലാസ്റ്റിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്ന മിക്സിലെടുത്ത് അതിലേക്ക് ഈ കാഷ്നട്ട്സും ആൽമണ്ട്സും ഒക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഗീ ഇടാതിരിക്കലാണ് നല്ലത്. ഇപ്പോൾ ഈ ക്യാരറ്റ്സ് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തുള്ള വെള്ളം സ്ട്രെയിൻ ചെയ്തിട്ട് സൈഡിലേക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് 500 മില്ലി പാൽ അളന്നെടുക്കണം. ഈ റെസിപ്പിക്കായിട്ട് കുറച്ച് കൂടുതൽ പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഒരുപാട് കട്ടിയായിട്ടിരുന്ന ഈ ജ്യൂസ് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റിനായിട്ടാണ് ഞാൻ 500 മില്ലി പാലെടുത്തിട്ടുള്ളത്. ഈ 500 മില്ലി പാൽ മൊത്തം ആദ്യം തന്നെ ഇടരുത്, ഒരു ഇച്ചിരി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 4 ടേബിൾ സ്പൂണും ആദ്യം ഒഴിച്ച് കൊടുക്കുക. അതാകുമ്പോൾ ഈ ആൽമണ്ട്സും പിന്നെ കാഷ്നട്ട്സും ഈ ക്യാരറ്റ്സും ഒക്കെ നല്ലപോലെ ബ്ലെൻഡായി വരും. ഇല്ലെങ്കിൽ ഫുള്ള് പാൽ ഒഴിച്ചാൽ അത്ര പെട്ടെന്ന് ബ്ലെൻഡായി വരില്ല. ഇപ്പോൾ ക്യാരറ്റ്സ് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ 7 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ഇടുക, വേണമെങ്കിൽ കുറയ്ക്കാം, വേണമെങ്കിൽ കൂട്ടാം. എന്നിട്ട് ഇനി ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ മിക്സ്ചർ നല്ലപോലെ ബ്ലെൻഡ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. ഇത് മിക്സർ ഓൺ ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കളർ ലൈറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓഫാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല വെള്ളം പോലെ ഇരിക്കുന്ന ജ്യൂസാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിന് സെർവ് ചെയ്യാൻ പറ്റും. സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ ചെറിയൊരു പീസ് ക്യാരറ്റ് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നട്ട്സ് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്.
നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസാണ്, നല്ല ടേസ്റ്റിയാണ്. ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കിങ്ങിന്റെയും കുക്കിങ്ങിന്റെയും മെഷർമെന്റ്സുമായിട്ടാണ്. Hey guys, today I'm gonna be making tres leches cake. Hey guys, it's Fidha and today we're gonna be making tres leches cake. This is a super delicious, a traditional type of Mexican cake which everyone is gonna love. This is basically drenched in 3 types of different milks. That's pony milk, that's evaporated milk, then condensed milk, and then whole milk. This is super delicious because it has a very spongy vanilla cake recipe in the base, and then we're gonna drench that in some milk products. That is 3 types of milk products. Super delicious. Let's get on to making this. Bye bye. Hi, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രസ് ലെച്ചസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ട്രഡീഷണൽ മെക്സിക്കൻ കേക്കാണ്. ഹേ ഗൈസ്, ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ്സ് ആൻഡ് നട്ട്സിന്റെ ക്യാരറ്റ്സിന്റെ ടേസ്റ്റ് ഒട്ടും തന്നെ വരില്ലേക്ക് ഈ ജ്യൂസിൽ. പിന്നെ ഇതിനകത്ത് നമ്മൾ ക്യാരറ്റ്സ് കുക്ക് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ക്യാരറ്റ്സ് കുക്ക് ചെയ്തിട്ടാണ് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്യാരറ്റ്സ് ഇഷ്ടമില്ലാത്തവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടും. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. എന്ത് ജ്യൂസാന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. Hey guys, it's Fidha. ഈ റെസിപ്പിയിൽ നമ്മൾ ക്യാരറ്റ്സ് കുക്ക് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ can you stop making that noise? Juice. I didn't even notice that there was carrot in it. I just thought it was like a cashew nut and almonds cake. Hey guys, it's Fidha. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഫീഡ്ബാക്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് കുക്കിംഗ്.